ആ സ്വലാത്തിന്റെ എല്ലാ വാക്കുകളും പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ നിന്നുള്ളതാണ്. കേൾക്കണങ്ങള്, ഇതിങ്ങള് സാധാരണ സ്വലാത്തല്ലത്, ഇത് സാധാരണ സ്വലാത്തല്ല. ഇതിന്റെ ഓരോ വാക്കുകളും ഈ സ്വലാത്തിന്റെ എല്ലാ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ നിന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇനി കേട്ടോ, ഈ മജ്‌ലിസിലായി പങ്കെടുക്കുന്ന ഉമ്മമാരുണ്ടെങ്കിൽ, ഈ മജ്‌ലിസിലായി പങ്കെടുക്കുന്ന സഹോദരങ്ങളുണ്ടെങ്കിൽ കേട്ടോ, ഇവനെയാണ് നീ ശ്രദ്ധിക്കേണ്ടത്. കോടാനക്കോടി രൂപ കൊടുത്താണ് നിനക്ക് കിട്ടാത്രമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഈ സ്വലാത്ത് കേൾക്കണേ, ഈ സ്വലാത്ത് ഒരു ശൈഖിന്റെ സമ്മതത്തോട് ആരെങ്കിലും ഒരു ശൈഖിന്റെ സമ്മതത്തോട് ഒരു പരിവാഹത്തിൽ ദുനിയാവിൽ അവനെ പരാജയപ്പെടൂല, നാളാഹരത്തിലും അവനെ പരാജയപ്പെടൂല. ഇന്നലെ ഖബറ പാരമ്പര്യമായ ലോകത്തിലേക്കുള്ള ആദ്യത്തെ കവാടം ഖബറാണ്. ഖബറിൽ പാമ്പുണ്ട്, ഖബറിൽ ഭയമുണ്ട്, ഖബറിൽ മലക്കുകൾ വരാനുണ്ട്. ആ ഖബറിൽ വന്നിട്ട് ഒരുപാട് ചോദ്യങ്ങൾ മലക്കുകൾ ചോദിക്കാറുണ്ട്. ഒരുപാട് ആൾക്ക് പാമ്പിനെ പേടിയാണ്. എന്നാലും ഖബറിൽ പാമ്പുണ്ട്, ഖബറിലെ കിടക്കുന്ന പാമ്പിനെ പുതിയാവിനൊന്നും ചെയ്തിട്ടില്ല. ആ പ്രദേശത്തിന്റെ പുല്ല് വളർത്തൂല. അപ്പോ ഈ സ്വലാത്ത് നിങ്ങൾ ആരെങ്കിലാണ് ഇജാസത്ത് വാങ്ങിയിട്ട് ചെറിയാണെങ്കിലും പുതിയാവിനെ ആഗ്രഹത്തിൽ പരാജയപ്പെടില്ല. ഒരുപാട് ആളുകൾ വിളിക്കാറുണ്ട്. നിങ്ങളിപ്പോ ഞാൻ എല്ലാ ദിവസവും സ്വലാത്ത് ചെയ്യുന്ന ആളാണ്, എനിക്ക് സ്വലാത്തും പുറത്തുനിന്ന് ഇജാസത്ത് വേണം. ഇവിടെ ഹബീബിന്റെ മുത്തുമണികളോട് പറയാൻ എല്ലാവരും എന്നെ വിളിക്കാറുണ്ട്. ഇന്ന് കേരളത്തിലും അത് അള്ളാഹ് എനിക്ക് തന്നത് മാത്രം. ഇന്ന് കേരളത്തിലും സ്വലാത്തും ഇജാസത്ത് കൊടുക്കാൻ അത് അള്ളാഹ് എനിക്ക് ഈ ഭാഗ്യം എനിക്ക് തന്നു തന്നെ. ഒരു പൈസ ഇല്ലാത്ത ആൾക്കാരല്ലേ, ഒരു പൈസ ഇല്ലാത്ത ഒരു കുപ്പിത്തേലും ആ കായില്ലാത്തവരല്ലേ പോക്കറ്റിൽ വെച്ചിട്ട് പറയേണ്ടിട്ടോ എന്നാ പൈസ എന്ത് ചെയ്തോളൂ ഏൽപ്പിച്ചോളൂ കേട്ടോ. അങ്ങനെ ഇത് കേട്ടോളൂ. സുബ്ഹാനല്ലാഹ്, നാളെ ഞാൻ നമ്പർ തരാം. കോടി രൂപ കിട്ടിയാലും കൊടുത്താലും കിട്ടാത്തൊരു സ്വലാത്ത് ഇജാസത്ത് വാങ്ങണം. പോകാനിട്ട് ഇജാസത്ത് വാങ്ങും. ദുനിയാവ് ഒരുപാട് സങ്കടങ്ങൾ എനിക്കുണ്ട്. ദുനിയാവ് മാത്രം പോരാ, എനിക്ക് ആഗ്രഹം വേണം. അതുകൊണ്ട് സ്വലാത്തുൽ ഫാത്തിഹിന്റെ ഇജാസത്തിന്റെ സമയത്ത് നാളെ വിളിച്ചോ, ഞാൻ ക്ഷണിച്ചു. സ്വലാത്തുൽ ഫാത്തിഹ ഇജാസത്തിന് ആരുടെ വാങ്ങിയാലും രണ്ട് ലോകത്തും അവന് വിജയിക്കുന്നത് മാത്രമല്ല, ഈ സ്വലാത്ത് പതിവാക്കുന്നത് ഈമാനോട് കൂടി മാത്രമായിരിക്കും മരിക്കുക. ഈമാൻ ഈ സ്വലാത്തിന്റെ പവറാണ്. സ്വലാത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ അതിന്റെ അടുത്തിൽ നിന്ന് അടക്കപ്പെട്ടത് തുറക്കാനാണ്. ചില ആളുകളിന്റെ അടുത്ത് വന്നിട്ട് പറയും, തങ്ങളിപ്പോ ഇന്നലെ നാൾ കൊണ്ട് പറഞ്ഞാ മതി, വർത്താനം പറയുന്നത് കേട്ടോ. പക്ഷെ സ്വലാത്തിന്റെ ബർക്കത്തിന്റെ അല്ലാഹു നമ്മുടെ വിഷമങ്ങളൊക്കെ അല്ലാഹു മാറ്റിത്തരും, അല്ലാഹു മാറ്റിത്തരും. അങ്ങനെ സ്വലാത്തുൽ ഫാത്തിഹ ഈ സ്വലാത്ത്